നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ ടൈറ്റിൽ റേസ് ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് പോകുന്നത് എന്നുള്ളത് വീണ്ടും വ്യക്തമാവുകയാണ്. നേരത്തെ റയൽ മുന്നിലായിരുന്നു, അവരെ മറികടന്ന് ബാഴ്സ മുന്നിലെത്തി, വീണ്ടും റയൽ മുന്നിലേക്ക് കയറി. അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാബിയുടെ കീഴിൽ മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരുന്ന റയലിന് കാലിടുന്നതും ഫ്ലിക്കിൻ്റെ ടീം പിന്നെ മുന്നോട്ട് കയറുന്നതും പിന്നെ സാബി പുറത്താകുന്നതും ഇപ്പോൾ ഫ്ലിക്കിൻ്റെ ടീമിന് 1-2 കളികൾ കാലിടുമ്പോഴേക്കും വീണ്ടും റയൽ മുന്നോട്ട് പോകുന്നതുമൊക്കെ വളരെ വലിയ ഒരു പോരാട്ടം ഇത്തവണയും നടക്കും കിരീടത്തിനായി എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രസകരമായൊരു കാര്യം നേരത്തെ കണ്ടിരുന്നു. റയലിന് എന്താണ് പ്രശ്നം? ലാലിഗയിൽ ഒന്നാമതാണ്, ചാമ്പ്യൻസ് ലീഗിൽ ഒരു പുറത്തായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടീമിന് പ്രശ്നമൊന്നുമില്ല ശരിക്കും. എന്നാൽ 1-2 കളി വീഴുമ്പോഴേക്കും ഇതുപോലുള്ള വമ്പൻ ക്ലബ്ബുകളിൽ അത് വലിയ ചർച്ചയാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സീസണിൽ ഇപ്പോൾ ലാലിഗ മാത്രം നോക്കിയാൽ റയൽ തോറ്റത് 2 കളികളാണ്, ബാഴ്സ തോറ്റത് 4 കളികളും. ചെറിയ ക്ലബ്ബുകളിൽ ഇതൊന്നും പ്രശ്നമല്ല, പക്ഷെ വമ്പൻ ക്ലബ്ബുകൾ റയലും ബാഴ്സയും ഒക്കെ ഓരോ തോൽവികളും വലിയ സംഭവമായിട്ട് തന്നെ എടുക്കും. ഈ 2 കളി തോറ്റ റയൽ മാഡ്രിഡിനെയാണ് സാന്റിയാഗോ ബെർണബുവിലിട്ട് ആരാധകർ കൂവിയത് എന്ന കാര്യം കൂടി നോക്കുമ്പോഴാണ് എത്രത്തോളം വലിയൊരു പ്രഷറാണ് ഈ ടീമിലെ താരങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് വ്യക്തമാവുന്നത്. ഇപ്പോൾ ലാലിഗയിൽ റയൽ മാഡ്രിഡ് 24 കളി 19 വിജയം, 3 സമനിലകൾ, 2 തോൽവികൾ, 60 പോയിൻ്റോടെ ഒന്നാമത്. ബാഴ്സയും അതേപോലെ തന്നെയാണ്, 19 വിജയങ്ങൾ അവർക്കും ഉണ്ട്, 1 സമനില, 4 തോൽവി. തോൽവിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സമനിലയുടെ എണ്ണം കുറഞ്ഞു, തോൽവിയുടെ എണ്ണം കൂടി, 2 പോയിൻറ്റിൻ്റെ വ്യത്യാസം. ഇപ്പോൾ റയൽ 53 ഗോൾ അടിച്ചു, 19 തിരികെ വാങ്ങി, പ്ലസ് 34 ഗോൾ ഡിഫറൻസ് എങ്കിൽ ഗോളടിച്ച് തിമിർക്കുന്ന ബാഴ്സ 64 ഗോൾ അടിച്ച പോലെ തന്നെ 25 തിരികെ വാങ്ങിയിട്ടുമുണ്ട്, പ്ലസ് 39 അവരുടെ ഗോൾ ഡിഫറൻസ്. ബാഴ്സ അവസാനമായി കളിച്ച 5 കളികളിൽ 2 തോറ്റിട്ടുണ്ടെങ്കിൽ റയൽ അവസാനം കളിച്ച 5 കളികളിൽ 5 ജയിച്ചിട്ടുമുണ്ട്. സോ ബാഴ്സയും റയലും തമ്മിലുള്ള പോരാട്ടം കനക്കുകയാണ് ലാലിഗയിൽ. അതിങ്ങനെ മാറി മറിഞ്ഞു വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇത് കൂടുതൽ കനക്കുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ബാഴ്സക്ക് തൊട്ടടുത്ത് ലാലിഗയിലുള്ള കളികൾ ലെവാൻഡയ്ക്കെതിരെ, അതിനുശേഷം വിയാറയലിനെതിരെ, അതിനുശേഷം അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ, പിന്നെ സെവിയ, പിന്നെ റയോ വയക്കാനോ, പിന്നെ ഏപ്രിൽ 6 അത്ലറ്റിക്കോ ഡി മാഡ്രിഡ്. ഇതാണ് അവരുടെ സമീപകാലത്തുള്ള മത്സരങ്ങൾ. കടുത്ത വെല്ലുവിളികൾ അവരെ തേടിയെത്താൻ പോകുന്നു എന്നർത്ഥം. അതേസമയം റയൽ മാഡ്രിഡിനും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലലീഗയിൽ അവരുടെ അടുത്ത കളി വരുന്നത് ഒസാസുനക്കെതിരെയാണ്. അതിനുശേഷം അവർ ഗെറ്റാഫയ്ക്കെതിരെ കളിക്കും, പിന്നെ സെൽറ്റ വിഗോ, എൽചെ, പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് കിട്ടിയ പണിയാണ് സാബിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നുള്ളത് അദ്ദേഹത്തെ പുറത്താക്കിയ ശേഷം വലിയ ചർച്ചയാണ്. ആ കളി തോറ്റ ഉടനെ പുറത്താക്കിയെന്നല്ല, അത് സൂപ്പർ കപ്പിന് ശേഷമാണ് പുറത്താക്കിയതെങ്കിൽ പോലും അന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ലലീഗയിലേറ്റ തോൽവി വലിയ രൂപത്തിൽ റയലിൻ്റെ അധികൃതരെ പിടിച്ചുലച്ചിരുന്നു. അപ്പോൾ കനത്ത പോരാട്ടങ്ങളിലേക്ക് ഇവർ പോകുന്നു. അതിനുശേഷം ഒരു പക്ഷേ ടൈറ്റിൽ ഡിസൈഡർ എന്ന് പറയാവുന്ന മത്സരം മെയ് 11 അങ്ങ് ക്യാമ്പ് നൗവിൽ വെച്ച് നടക്കും. എൽ ക്ലാസിക്കോ, FC ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം. എന്തും സംഭവിക്കാം. സോ ഇത്തവണയും റയൽ ബാഴ്സ കിരീടപ്പോര് മുറുക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.